നമസ്കാരം. ഷോർട്ട് വേ ടു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16/5/2015 കേരള PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെ GK ഭാഗത്തു നിന്നും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 21 മുതലാണ് GK ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദി ഹാർഡസ്റ്റ് മെറ്റീരിയൽ എവർ നോൺ ഇൻ ദി യൂണിവേഴ്സ്? ആൻസർ ഓപ്ഷൻ സി ഡയമണ്ട്. ഈ ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഇതിൻ്റെ ഹാർഡ്നെസ് അളക്കുന്ന സ്കെയിലാണ് മോ സ്കെയിൽ. ഈ കാർബണിൻ്റെ അലോട്രോപ്പുകളിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. 22ാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് റെഗുലേറ്റ്സ് ദി റെസിസ്റ്റൻസ് ഓർ കറണ്ട് ഇൻ എ സർക്യൂട്ട്? ആൻസർ ഓപ്ഷൻ ബി റിയോസ്റ്റാറ്റ്. അതായത് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സർക്യൂട്ടിലെ കറണ്ടും റെസിസ്റ്റൻസും വേരി ചെയ്യാൻ സാധിക്കും. ചാൾസ് വീറ്റ്സ്റ്റോൺ ആണ് റിയോസ്റ്റാറ്റ് കണ്ടുപിടിച്ചത്. 23ാമത്തെ ചോദ്യം, ദി സയൻറ്റിസ്റ്റ് ഹു ഫോർമുലേറ്റഡ് ദി ജെം തിയറി ഓഫ് ഡിസീസ് ഈസ്? ആൻസർ ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ. ഓപ്ഷൻ ബി ലാമാർക്കാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ കൊണ്ടുവന്നത്. അതുപോലെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നത് ഗ്രിഗർ മെൻഡലാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹ്യൂഗോ ഡിവ്രിസ് ആണ്. 24ാമത്തെ ചോദ്യം, ഇൻ വിച്ച് അറ്റ്മോസ്ഫിയറിക് ലെവൽ ഓസോൺ ഗ്യാസ് ഈസ് സീൻ? ആൻസർ ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ഈ ഓസോണിൻ്റെ നിറം ഒരു ലൈറ്റ് ബ്ലൂ ആണ്. 25ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി റിലേ സെൻറ്റർ ഇൻ അവർ ബ്രെയിൻ? ആൻസർ ഓപ്ഷൻ ബി തലാമസ്. നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലർ വർക്ക് ചെയ്യുന്നത് തലാമസിലാണ്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതിൻ്റെ ആകൃതി പയർ വിത്തിൻ്റെ ആകൃതിയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഈ റിഫ്ലക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ശരീരഭാഗമാണ് സ്പൈനൽ കോഡ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള സ്ഥലമാണ് ഓപ്ഷൻ ഡി മെനിഞ്ചസ്. 26ാമത്തെ ചോദ്യം, മീഥേൻ ഗ്യാസ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ദി സയൻറ്റിസ്റ്റ്? ആൻസർ ഓപ്ഷൻ എ അലക്സാൻഡ്രോ വോൾട്ട. ഈ പെൻസിലിൻ കണ്ടുപിടിച്ചതാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അറ്റോമിക് തിയറി കണ്ടുപിടിച്ചതാണ് ജോൺ ഡാൾട്ടൺ. എഡിസൺ ആണ് ഇൻകാൻഡസെൻ്റ് ബൾബ് കണ്ടുപിടിച്ചത്. 27ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിറ്റ്സ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡിനോട്ട് ദി ഇൻറ്റൻസിറ്റി ഓഫ് പൊല്യൂഷൻ? ആൻസർ ഓപ്ഷൻ സി പാർട്സ് പെർ മില്യൺ. 28ാമത്തെ ചോദ്യം, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ലിവ്സ് ഇൻ ദി റൂട്ട് ട്യൂമേഴ്സ് ഓഫ് പീ പ്ലാന്റ് ഈസ് കാൾഡ്? ആൻസർ ഓപ്ഷൻ ബി റൈസോബിയം. 29ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽസ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്? ആൻസർ ഓപ്ഷൻ എ സോഡിയം ബൈകാർബണേറ്റും ഓപ്ഷൻ സി പൊട്ടാസ്യം ബൈകാർബണേറ്റും ഫയർ എക്സ്റ്റിംഗ്വിഷറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 30ാമത്തെ ചോദ്യം, വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് ബിഹൈൻഡ് ദി റെയിൻബോ? നമുക്കറിയാം റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡിസ്പേഴ്സൺ ഇവയെല്ലാമാണ് റെയിൻബോയ്ക്ക് കാരണം. എന്നാൽ ഇവയൊന്നും ഈ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 31ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് നീതി ഇൻ നീതി ആയോഗ്? ആൻസർ ഓപ്ഷൻ ബി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത്. ഇതിൻ്റെ ഫസ്റ്റ് CEO സിന്ധു സി കുള്ളറായിരുന്നു. പ്രസൻറ്റ് CEO അമിതാഭ് കാന്താണ്. ഇതിൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയും ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാറുമാണ്. 32ാമത്തെ ചോദ്യം, ഹു വോൺ ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2014? ആൻസർ ഓപ്ഷൻ സി പാട്രിക് മോദിയാനോ. 2019 ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് പീറ്റർ ഹാൻഡ്കേക്കും 2020 ലൂയിസ് ഗ്ലക്കിനുമാണ്. 33ാമത്തെ ചോദ്യം, ഹു ഈസ് ദി ന്യൂ പ്രസിഡൻറ്റ് ഓഫ് ശ്രീലങ്ക? ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പ്രസിഡൻറ്റ് ഗോതബയ രാജപക്സെയാണ്. പ്രൈം മിനിസ്റ്റർ മഹിന്ദ രാജപക്സെയാണ്. 34ാമത്തെ ചോദ്യം,
ഇൻ വിച്ച് ഇയർ ഭാരത് രത്ന ദി ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്? ആൻസർ ഓപ്ഷൻ ബി 1954. സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് 1954 ഭാരത് രത്ന ലഭിച്ച വ്യക്തികൾ. ഇതിലെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ച് അതിൻ്റെ ആൻസർ ഭാരത് രത്ന എന്നതാണ്. 35-ാമത്തെ ചോദ്യം, ഹു ഈസ് ദി പ്രസൻറ്റ് ഗവർണർ ഓഫ് കേരള? ആൻസർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ. അദ്ദേഹം 22ാമത് കേരള ഗവർണറാണ്. 36-ാമത്തെ ചോദ്യം, വിച്ച് വർക്ക് ഓഫ് സുഭാഷ് ചന്ദ്ര വോൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2014? ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യനൊരു ആമുഖം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്ക് വി മധുസൂദനൻ നായർക്കാണ്. 2020 ആകസ്മികം എന്ന കൃതിക്ക് ഓംചേരി NN പിള്ളയ്ക്കുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 37-ാമത്തെ ചോദ്യം, ഓൺ വിച്ച് ഡേ മംഗൾയാൻ വാസ് ലോഞ്ച്ഡ് ഫ്രം ശ്രീഹരിക്കോട്ട? ആൻസർ ഓപ്ഷൻ ബി 5 നവംബർ 2013. ഈ ചൊവ്വ പര്യവേഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹു ഈസ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. 24ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇദ്ദേഹം. 39-ാമത്തെ ചോദ്യം, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കില ഈസ് അറ്റ്? ആൻസർ ഓപ്ഷൻ സി തൃശ്ശൂർ. തൃശ്ശൂരിലെ മുളങ്കുന്നത്ത് കാവിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലീഗൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില സ്ഥിതി ചെയ്യുന്നത്. 40-ാമത്തെ ചോദ്യം, ദി ഫൈനൽ മാച്ച് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2014 വാസ് ബിറ്റ്വീൻ? ആൻസർ ഓപ്ഷൻ എ ജർമ്മനി ആൻഡ് അർജൻറ്റീന. 2018 ഫിഫ വേൾഡ് കപ്പ് നടന്നത് റഷ്യയിൽ വെച്ചായിരുന്നു. അതിലെ ചാമ്പ്യന്മാർ ഫ്രാൻസ് ആയിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. 41-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ എ ആരവല്ലി. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരുശിഖർ. ലോകത്തിലെ തന്നെ യങ്ങസ്റ്റ് ആയിട്ടുള്ള പർവ്വതനിരയാണ് ഹിമാലയ. 42-ാമത്തെ ചോദ്യം, വിച്ച് റിവർ വാസ് കൺസിഡേർഡ് ആസ് സേക്രഡ് ബൈ വേദിക് ആര്യൻസ്? ആൻസർ ഓപ്ഷൻ സി സരസ്വതി. 43-ാമത്തെ ചോദ്യം, ഹു റോട്ട് ദി ഫേമസ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ ബി ദാദാബായ് നവറോജി. 24-ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദി ഒറിജിനൽ നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി? ആൻസർ ഓപ്ഷൻ സി മൂൽശങ്കർ. 45-ാമത്തെ ചോദ്യം, ഹു അമംഗ് ദി ഫോളോയിങ് ഇംഗ്ലീഷ് മെൻ ഡിസ്ക്രൈബ്ഡ് ദി 1857 റിവോൾട്ട് ആസ് നാഷണൽ റൈസിംഗ്? ആൻസർ ഓപ്ഷൻ സി ബെഞ്ചമിൻ ഡിസ്രേലി. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാക്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരനാണ് VD സവർക്കർ. 46-ാമത്തെ ചോദ്യം, ഹു വാസ് ദി ചീഫ് ഓർഗനൈസർ ഓഫ് ദി ഗദ്ദാർ മൂവ്മെൻറ്റ്? ആൻസർ ഓപ്ഷൻ എ ലാല ഹർദയാൽ. 1913 ഗദ്ദാർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. റിവോൾട്ട് എന്നും റിബല്യൻ എന്നുമൊക്കെയാണ് ഈ ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം. 47-ാമത്തെ ചോദ്യം, ദി ഫേമസ് ചമ്പാരൻ സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ദി ഇയർ? ആൻസർ ഓപ്ഷൻ ബി 1917. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളാണ് 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, 1920 നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അതുപോലെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 48-ാമത്തെ ചോദ്യം, വിച്ച് എഡ്യൂക്കേഷൻ റിഫോം വാസ് കൺസിഡേർഡ് ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ സി വുഡ്സ് ഡെസ്പാച്ച്. 1854 ചാൾസ് വുഡ്സ് ഡെസ്പാച്ച് കൊണ്ടുവന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ 1857 യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നത്. അപ്പോഴത്തെ ഗവർണർ ജനറൽ ഡെൽഹൌസി ആയിരുന്നു. 49-ാമത്തെ ചോദ്യം, ഹു വാസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? ആൻസർ ഓപ്ഷൻ ഡി ലോർഡ് റിപ്പൺ.
1882 ലോർഡ് റിപ്പൺ സെൽഫ് ഗവൺമെൻറ് ആക്ട് കൊണ്ടുവന്നത്. പോപ്പുലർ വൈസ്രോയ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. പഞ്ചായത്ത് രാജിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ബൽബന്ത് റായ് മേത്തയാണ്. 50-ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ റാഷ് ബിഹാരി ബോസ് ഓർഗനൈസ്ഡ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അറ്റ് ബാങ്കോക്ക്? ആൻസർ ഓപ്ഷൻ സി 1942. 51-ാമത്തെ ചോദ്യം. ദി ഫേമസ് തിരുനെല്ലി ടെമ്പിൾ ലൈസ് ഇൻ ദി വാലി ഓഫ്? ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മഗിരി. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ടെമ്പിളാണ് ഈ തിരുനെല്ലി ടെമ്പിൾ. 52-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ വാസ് കാൾഡ് ആസ് ചൂർണി ഇൻ ആൻഷ്യൻ്റ് ടൈംസ്? ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. അതുപോലെ നിള, ശോകനാശിനി എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് കേരളത്തിലെ 2ാമത്തെ വലിയ പുഴ. അതുപോലെ ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പമ്പയാണ് കേരളത്തിലെ വലുപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള പുഴ. 53-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി വർക്ക് കണ്ടെയ്ൻസ് ദി ഏർലിയസ്റ്റ് റെഫറൻസ് ടു ദി ടൗൺ ഓഫ് ക്യൂലോൺ? ആൻസർ ഓപ്ഷൻ എ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്റ്റിയാന. ഇപ്പോഴത്തെ കൊല്ലം ജില്ലയാണ് മുമ്പ് ക്യൂലോൺ എന്നറിയപ്പെട്ടിരുന്നത്. 54-ാമത്തെ ചോദ്യം. ഹു വാസ് ദി ലീഡർ ഓഫ് ദി ഫസ്റ്റ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് സ്ട്രൈക്ക് ഇൻ കേരള ഡിമാൻഡിങ് ദി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്? ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി. 55-ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദി ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ? ആൻസർ ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ. 56-ാമത്തെ ചോദ്യം. ഹു സ്റ്റാർട്ടഡ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എ ദളിത് ലിബറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള? ആൻസർ ഓപ്ഷൻ എ പൊയ്ഹയിൽ യോഹന്നാൻ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്റ്റാർട്ട് ചെയ്തത്. ഇരവിപ്പേരൂരിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 57-ാമത്തെ ചോദ്യം. ദി ഫേമസ് വർക്ക് മോക്ഷപ്രദീപം വാസ് റിട്ടൺ ബൈ? ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നറിയപ്പെടുന്നത് ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 58-ാമത്തെ ചോദ്യം. വെയർ വാസ് ദി ഫേമസ് ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി സ്റ്റാർട്ടഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി? ആൻസർ ഓപ്ഷൻ സി അഞ്ചുതെങ്ങ്. 1905 ഈ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. 59-ാമത്തെ ചോദ്യം. നായർ സർവീസ് സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ ദി ഇയർ? ആൻസർ ഓപ്ഷൻ ബി 1914. മന്നത്ത് പത്മനാഭനാണ് ഇത് ആരംഭിച്ചത്. ഹു ഫൗണ്ടഡ് അദ്വൈത ആശ്രമം അറ്റ് ആലുവ ഇൻ 1913? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 61-ാമത്തെ ചോദ്യം. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദി? ആൻസർ 44th അമെൻമെൻറ്റ്. 1978 44ാമത് ഭേദഗതി വന്നത്. അതുപോലെ ഈ 42ാമത്തെ ഭേദഗതി, 44 ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ്. അവ പ്രത്യേകം പഠിച്ചുകൊണ്ട് തന്നെ പോവുക. 62-ാമത്തെ ചോദ്യം. ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ? ആൻസർ ഓപ്ഷൻ ഡി ദി ഗവർണർ. അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 63-ാമത്തെ ചോദ്യം. ഹു ആക്ട് ആസ് ദി ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ ബി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആർട്ടിക്കിൾ 148 CAGയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് അഫയേഴ്സ് എന്നറിയപ്പെടുന്നതും CAG ആണ്. ഫസ്റ്റ് CAG നരഹരി റാവു ആയിരുന്നു. ഇപ്പോഴത്തെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. 64-ാമത്തെ ചോദ്യം. ആൻ ഓർഡർ ഓഫ് കോർട്ട് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ സഫറിംഗ് ഡിറ്റൻഷൻ ഈസ് കോൾഡ്? ആൻസർ ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. ആകെ 5 റിട്ടുകളാണുള്ളത്. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 32. അതുപോലെ റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 226. ഏതൊക്കെ അവസരങ്ങളാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്നത് സംബന്ധിച്ച് പ്രത്യേകം പഠിച്ചുകൊണ്ട് തന്നെ പോവുക.
65-ാമത്തെ ചോദ്യം, ദി കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ് ഫ്രം. ആൻസർ ഓപ്ഷൻ എ ഐറിഷ് റിപ്പബ്ലിക്. 66-ാമത്തെ ചോദ്യം, സതി സെൽഫ് ഇമ്മോലേഷൻ ഓഫ് വിഡോസ് വാസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഇൻ ബംഗാൾ ഇൻ 1829 ബൈ ബ്രിട്ടീഷ് ഗവർണർ. ആൻസർ ഓപ്ഷൻ ഡി വില്യം ബെൻഡിക്. സതി നിർത്തലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 67-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ആൻ ഇൻഫർമേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദി ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ അണ്ടർ ദി RTI ആക്ട് 2005. ആൻസർ ഓപ്ഷൻ ഡി 48 hours. 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അതുപോലെ 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 68-ാമത്തെ ചോദ്യം, ദി SC/ST ആക്ട് ഓർ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 എൻഫോഴ്സ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. ആൻസർ ഓപ്ഷൻ എ 13th January 1919. ഇതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 17. 69-ാമത്തെ ചോദ്യം, ഹു റോട്ട് ദി ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൻ. ആൻസർ ഓപ്ഷൻ ബി മേരി വോൾസ്റ്റോം ക്രാഫ്റ്റ്. 70-ാമത്തെ ചോദ്യം, ദി ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് വാസ് ഫസ്റ്റ് പാസ്ഡ് ഇൻ. ഈ ലോകായുക്ത ആക്ട് ആദ്യമായിട്ട് പാസ്സാക്കിയത് ഒഡീഷയിലാണ്. അത് പക്ഷേ ഓപ്ഷനിലില്ല, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാനുണ്ടായത്. അതുപോലെ ലോകായുക്തയെ ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് മഹാരാഷ്ട്രയാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത. ഇത്രയുമാണ് GK ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. ഇതിലെ മറ്റു ചോദ്യങ്ങൾ ഞങ്ങൾ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്